പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇപ്പോൾ ഷിരൂരിൽ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റൊരു ലോഹഭാഗം കൂടി പൊക്കിയെടുത്തിരിക്കുന്നു. അത് ലോറിയുടെ ഭാഗമാണോ എന്നാണ് ഇപ്പോൾ നമ്മൾ സംശയിക്കുന്നത്. അവിടെ ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട് ഷിരൂരിൽ എന്നതാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ മനസ്സിലാക്കുന്നത്. മഴ പെയ്യുന്നുണ്ട്. മഴയ്ക്കൊപ്പം തന്നെ ഷിരൂരിൽ ഇപ്പോൾ പൊക്കിയെടുത്തിരിക്കുന്നത് ഒരു ലോഹഭാഗം കൂടിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെന്താണ് എന്ന് നമുക്ക് വ്യക്തമല്ല. നമുക്കൊപ്പം ദീപക് മലയമ്മയുണ്ട്. ദീപക് മലയമ്മ, മറ്റൊരു ലോഹഭാഗം കൂടി ഉയർത്തിയെടുത്തിരിക്കുന്നു. അതൊരു ബൈക്കിന്റെ ഭാഗമാണോ അതല്ല എഞ്ചിന്റെ ഭാഗമാണോ? അരുൺ, അത് സംബന്ധിച്ചൊരു വ്യക്തത നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് പുറത്തേക്ക് എത്തിയാൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ലോഹഭാഗമാണ് എന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. നേരത്തെ തന്നെ ഡ്രഡ്ജറിലുള്ള ഡൈവേഴ്സാണ് അവിടെ പരിശോധന നടത്തിയത്. അതിനുശേഷമാണിപ്പോൾ അത് പുറത്തേക്ക് എടുക്കാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഹിറ്റാച്ചിയിൽ തന്നെ അത്തരത്തിൽ കണക്ട് ചെയ്താണ് വരുന്നത്. എ കെ അഭിലാഷിനെ കൂടി ഒന്ന് കണക്ട് ചെയ്യാൻ തോന്നുന്നു. കാരണം അദ്ദേഹത്തിന് കുറച്ചുകൂടി ക്യാമറയിൽ സൂം ചെയ്ത് കാണുമ്പോൾ അതൊരു എഞ്ചിന്റെ ഭാഗമായിട്ടാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? ഒരു എഞ്ചിന്റെ ഭാഗമാണത്, ഉറപ്പിക്കാം. തീർച്ചയായിട്ടും എഞ്ചിനോടനുബന്ധിച്ച് കിടക്കുന്ന ഭാഗമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്നുകിൽ അത് ഗിയർ ബോക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഡീസൽ പമ്പ് ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് രണ്ടാൽ ഒന്നാവാനുള്ള ഒരു സാധ്യതയാണ്. അതായത് എക്സൽ അടക്കമുള്ള സാധനങ്ങൾ അതിൽ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ നേരത്തെ തന്നെ ഇവിടുന്ന് എഞ്ചിനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ റേഡിയേറ്റർ കൂളർ ഫാൻ ഇവിടുന്ന് കണ്ടെത്തിയിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഭാഗം കൂടി കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ഇത് ഏതാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സ്ഥിരീകരണമില്ല. അതോടൊപ്പം തന്നെ ഇത് ഏത് വാഹനത്തിൻ്റെതാണ്, അതായത് ഭാരത് ബെൻസിൻ്റെതാണോ അതോ ഇന്നലെ കണ്ടെത്തിയ ടാറ്റയുടേതാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും സ്ഥിരീകരണമില്ല. ഏതായാലും എഞ്ചിനോടനുബന്ധിച്ച് ഉള്ള ഒരു ഭാഗം തന്നെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ അറിയുന്നത് ഇത് ടാറ്റയുടെ ഭാഗങ്ങളാണ്, കമ്പനിയുടെ ഭാഗങ്ങളാണ്. അതേ വാഹന ഭാഗങ്ങളാണ്, അതേ വാഹന ഭാഗങ്ങൾ തന്നെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഏതാണ്ട് ഒരു മണിക്കൂറിലേറെ നേരമായി അവിടെ ഈ സ്കൂബ ഡൈവേഴ്സ് അവിടെ തെരച്ചിൽ നടത്തുന്നു. പ്രധാനമായും അവിടെ JCB ഉപയോഗിച്ച് നടത്തിയ ആ തെരച്ചിലിൽ ചില ഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. പ്രധാനമായും ഇപ്പോൾ പുഴയുടെ ഉപരിതലത്തിൽ ഇപ്പോൾ ഡീസലിൻ്റെയോ ഓയിലിൻ്റെയോ ഒക്കെ സാന്നിധ്യം കാണുന്നുണ്ട്. ഒരു പക്ഷേ ഇത് എഞ്ചിൻ്റെ ഭാഗം തന്നെയാണ് എന്നുള്ളത് ആ അനുമാനത്തിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. പുഴയിൽ ഏതാണ്ട് ഒരു 50-60 മീറ്ററോളം നീളത്തിൽ ഈ ഓയിലിൻ്റെ അംശം നമ്മൾ നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. അതിനെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഭാഗം പുറത്തെത്തിച്ചിരിക്കുന്നത്. ഇത് ടാറ്റ കമ്പനിയുടെ എഞ്ചിൻ്റെ ഭാഗം തന്നെയാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. പക്ഷേ മനാഫടക്കമുള്ള ആളുകൾ ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല. ഒടുവിൽ, അതായത് ഈ ഭാഗങ്ങളൊക്കെ കണ്ടെത്തിയതിന് ശേഷം മതി ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം എന്നുള്ള നിലയിൽ തന്നെയാണ് ഈ ഡ്രഡ്ജിങ് കമ്പനിയുള്ളത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളെയൊന്നും ഇവിടേക്ക് ആരും വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഷിരൂരിൽ മഴ പെയ്യുന്നു എന്നുള്ളതാണ്. ഈ മഴയത്താണ് ഈ പ്രവർത്തികൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. മഴ ഏതെങ്കിലും തരത്തിൽ പ്രതിബന്ധമാവുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ലെങ്കിൽ പോലും ഇപ്പോൾ മേഖലയിൽ മഴ പെയ്യുന്നുണ്ട്. അഭിലാഷ്, മരത്തടികൾ കിട്ടി. ഇപ്പോൾ ഈ ലോറിയുടെ എഞ്ചിൻ കണ്ടെത്തിയത് തീരത്തിന് തൊട്ട് ചേർന്നുള്ള പ്രദേശത്താണോ? ഈ മരത്തടികൾ കണ്ടെത്തിയിരിക്കുന്നത് കുറെ കൂടി താഴ്ഭാഗത്താണ്. അതായത് ഈശ്വർ മാൽപേ ആണ് അത് കണ്ടെത്തിയിരിക്കുന്നത്. അവിടെ ദീപക് മലയുണ്ട്. ഇപ്പോൾ കുറെ കൂടി സ്ഥിരീകരണം വരുന്നുണ്ട് ഇക്കാര്യത്തിൽ. കാരണം ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഹൗസിങ്ങിന്റെ ഭാഗമാണ് എന്നുള്ളതാണ്. ഈ ആക്സിലടക്കമുള്ള ഹൗസിങ്ങിന്റെ ഭാഗമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായും വരുന്നത്. ടാറ്റ കമ്പനിയുമായി ബന്ധപ്പെട്ട അവരുടെ വാഹനത്തിന്റെ ഭാഗമായിട്ടാണ് കാണുന്നത്. അതായത് പിൻവശത്തെ ഭാഗം ഇന്നലെ നടത്തിയ തെരച്ചിലിൽ അവിടെ നിന്ന് വശങ്ങളിൽ നിന്നുള്ള ടയറുകൾ കണ്ടെത്തിയിരുന്നു. അതിന്റെ പിൻവശത്തെ ടയറും അതോടൊപ്പം ഡീസൽ വണ്ടിയുടേതാവാം, അല്ലേ? ഈ നേരത്തെ ഒലിച്ചുപോയ ആ ക്യാപ്സ്യൂൾ നമുക്ക് കിട്ടിയിരുന്നു. ആ വണ്ടി ടാറ്റയുടെ വണ്ടിയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ? ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് അർജുന്റെ വാഹനത്തിലുണ്ടായിരുന്ന വണ്ടിയായിരുന്നു എന്ന് ഇന്നലെ തന്നെ ഇപ്പോൾ കരയിലേക്ക് വലിച്ചു കയറ്റുന്ന ദൃശ്യങ്ങളാണ്. ഓക്കെ, പറഞ്ഞോളൂ അഭിലാഷ്. ഇന്നലെ കണ്ടെത്തിയിരിക്കുന്ന വാഹന ഭാഗങ്ങളിൽ നിന്ന് ടാറ്റയുടെ ഒരു താക്കോലടക്കം കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ടാറ്റയുടെ ഭാഗങ്ങൾ തന്നെയാണ്. ഒരു പക്ഷേ ആ വാഹനം പൂർണ്ണമായും തകർന്ന് ഈ പുഴയുടെ അടിഭാഗത്ത് ശിഥിലമായി കിടക്കുന്നുണ്ട്. പല ഭാഗങ്ങളിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്ന പല വസ്തുക്കളും ഈ ടാറ്റ കമ്പനിയുടെ വാഹനത്തിന്റെ വസ്തുക്കൾ തന്നെയാണ്. അതായത് ടാങ്കർ ലോറിയുടെ ഭാഗങ്ങൾ തന്നെയാണ്. അതിന്റെ ഭാഗം തന്നെയാണ് ഇപ്പോഴും കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ കണ്ടെത്തിയിരിക്കുന്ന ആ ഭാഗങ്ങൾ കുറെ കൂടി താഴെ, അതായത് ഒരു 25 മീറ്ററോളം താഴെ ഭാഗത്താണ് ഇന്നലെ ടയറടക്കമുള്ള
ഭാഗങ്ങൾ കണ്ടെത്തുകയും അതോടൊപ്പം തന്നെ എക്സൽ അടക്കമുള്ള ഭാഗങ്ങളൊക്കെ കണ്ടെത്തുകയും സ്റ്റിയറിംഗ് അടക്കം കണ്ടെത്തുകയും ചെയ്തത്. അതിൽ നിന്ന് ഏതാണ്ട് ഒരു 25-30 മീറ്റർ മുകൾ ഭാഗത്ത് ഇന്ന് രാവിലെ നടത്തിയ പരിശോധനയിലും തെരച്ചിലുമാണ് ഇപ്പോൾ ഈ ഭാഗങ്ങൾ കൂടി കണ്ടെത്തിയിരിക്കുന്നത്. ഈ പുഴയുടെ മുകൾ ഭാഗത്ത് മുഴുവൻ ഇപ്പോൾ അംശം ഉണ്ട്. അതുകൊണ്ട് തന്നെ എഞ്ചിന്റെ ഭാഗങ്ങൾ അവിടെ കാണാനുള്ള സാധ്യത കൂടിയുണ്ട്. അത്തരത്തിലൊരു തെരച്ചിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രധാനമായും ഇത് ലക്ഷ്മണന്റെ ചായക്കടയ്ക്ക് താഴെയുള്ള ഭാഗത്ത് ഒന്നുകൂടി നമ്മൾ പറയേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ തെരച്ചിലിൽ അതായത് ഈ ഹൈഡ്രോളിക് ജാക്കി അതോടൊപ്പം തന്നെ ഈ വാട്ടർ ടാങ്കിന്റെ കാരിയർ ഈ ഭാഗങ്ങളൊക്കെ കണ്ടെത്തിയതിന് സമീപത്തായിട്ട് തന്നെയാണ് ഈ ഭാഗം കൂടി കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സഹോദരി ഭാഗങ്ങൾ ഈ അഞ്ജുവും ഇപ്പോൾ കരയിൽ നിന്ന് ഈ തെരച്ചിൽ കാണാനായിട്ട് അവിടെ എത്തിയിട്ടുണ്ട് അല്ലേ? അഞ്ജുവിന്റെ സഹോദരി അതോടൊപ്പം തന്നെ ജിതിൻ അടക്കമുള്ള ആളുകൾ ഈ കരയിലുണ്ട്. അവർ ഇത് നേരിട്ട് ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. നമുക്ക് ഏതാണ്ട് നമ്മളിൽ നിന്ന് കുറച്ചകലെ മാറിയാണ് അവർ നിൽക്കുന്നത്. നിൽക്കുകയാണ്.